നമസ്കാരം. ഇപ്പോൾ ചാക്കിലാണ് കപ്പ കൃഷി അല്ലേ? അതെ സാർ. ഇപ്പം എലിശല്യവും പന്നിയെലി അങ്ങനെയുള്ള എല്ലാം തൽക്കാലത്തേക്ക് മാത്രമല്ല, നമുക്ക് ഇതിനകത്ത് നമുക്ക് തണ്ട് നമുക്ക് അടുത്ത വർഷത്തേക്ക് നമ്മൾ കൃഷി ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ഇത് തണ്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഇതാണ് ഏറ്റവും എളുപ്പം മാർഗ്ഗം. ഇതിന്റെ എല്ലാം സാമ്പിളായിട്ടാണ് ഈ എട്ട് കൂട്ടത്തിന്റെ ഓരോന്ന് നമ്മളിങ്ങനെ ഓരോ ചാക്ക് 8 കൂട്ടം കപ്പയുണ്ടോ? 8 കൂട്ടം കപ്പയുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കപ്പ എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ വർഷം നമുക്ക് അരിത്രയിൽ നിന്ന് കിട്ടിയതാണ്, ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ്, ബാംഗ്ലൂർ കപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പക്ഷെ അവർ തന്നെ പറയുന്നത് ഇപ്പം മികച്ച വിളവാണെന്ന് പറഞ്ഞത്. കപ്പയുടെ കിഴങ്ങിന് വിളവും മറ്റേ എല്ലാ രീതികളും. അപ്പം നമ്മളൊരു പരീക്ഷണമായിട്ട് നമുക്ക് ഈ വർഷം കിട്ടി, നമ്മളത് നട്ടിട്ട് ഇനി തണ്ടെടുക്കാൻ വേണ്ടിയാണ്. നല്ല കാന്താരിപ്പടപ്പിന്റെ തണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ഇവിടുന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോയതാണ് ഹൈറേഞ്ച് കാലത്ത്, ആദ്യ കാലത്ത്. അതിൻ്റെ അത് നമുക്ക് കിട്ടിയ ഒരു ഇതായി മുളച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ വേറെ സ്ഥലത്താണ് നമ്മൾ പ്രത്യേക വെറൈറ്റി ചെയ്യുന്നത്. ഇതിപ്പോൾ അതിന്റെ തണ്ടെടുക്കാൻ വേണ്ടി മാത്രം ഈ ഓരോ ഇനത്തിന്റെ ഇത് നമ്മുടെ പഴയ ഇപ്പോഴത്തെ നമ്മുടെ മറ്റേ 18 കപ്പയുടെ പിന്നെ ഇത് മറ്റേ ഇതൊരു ബ്ലോക്ക് യൂണിവേഴ്സിറ്റി കാർഷിക സർവകലാശാലയുടെ ഒരു വെറൈറ്റി. അതും ഒത്തിരി പൊങ്ങുകയല്ല, കവറായിട്ട് നമ്മൾ ഈ ചീനിക്കിഴങ്ങ് പോലെ നല്ല ഉരുണ്ട കിഴങ്ങുകളാണ്. അപ്പോൾ ഇവിടെ ഉണ്ട് ചാക്ക് വരുമ്പം 8 കൂട്ടം കപ്പയാണ്.